വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ എൻ.എം. സണ്ണി. ഒരു പരീക്ഷയിൽ തോറ്റുപോയി എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രം ജീവിതം അവസാനിപ്പിച്ചവരുണ്ട്. ജീവിതം എന്ന വലിയ പരീക്ഷയെ നേരിടാനുള്ള അറിവാണ് നാം വിദ്യാഭ്യാസത്തിലൂടെ നേടിയെടുക്കേണ്ടത്. ഒരു തൊഴിൽ നേടാനുള്ള അർഹത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് മാത്രമായി വിദ്യാഭ്യാസം ചുരുങ്ങി പോകരുത്. ലോകം കണ്ട മികച്ച ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കർ, ഗാനകോകിലൻ ലതാ മങ്കേഷ്കർ, സിനിമാ താരങ്ങളായ ഇന്നസെൻ്റ്, മാമുക്കോയ തുടങ്ങി എത്രയോ വലിയ ആളുകൾ ബിരുദ സർട്ടിഫിക്കറ്റുകൾ കൊണ്ട് മാത്രം ജീവിത വിജയം കൈവരിച്ചവരല്ല. സ്ഥിരോത്സാഹവും ആത്മവിശ്വാസവുമാണ് അവരെ ഉന്നതങ്ങളിൽ എത്തിച്ചത്. അവരെക്കുറിച്ച് ആളുകൾ പഠിക്കുകയും വലിയ ബിരുദങ്ങൾ നേടുകയും ചെയ്യുന്നു എന്ന സത്യം തിരിച്ചറിഞ്ഞ് ജീവിതം മുന്നോട്ട് നയിക്കാനാകണം. ജീവിത വിജയത്തിന് ബിരുദങ്ങൾ മാത്രം മതിയാവുകയില്ല. അതിനുള്ള അറിവും വിവേകവും സ്വയം സമ്പാദിക്കേണ്ടതുണ്ട്. ലഭിച്ച ജോലി ഇഷ്ടമല്ലെങ്കിൽ അത് ഉപേക്ഷിച്ച് മറ്റൊരു ജോലിയിൽ പ്രവേശിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ജീവിതം പക്ഷേ അങ്ങനെയല്ല. സുഖദുഃഖ സമ്മിശ്രമാണ് ജീവിതം. സമചിത്തതയോടും ആത്മവിശ്വാസത്തോടും കൂടി ജീവിതത്തെ നേരിടാൻ കഴിയുമ്പോഴാണ് ആഗ്രഹിച്ച ലക്ഷ്യത്തിലെത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. വലിയ നേട്ടങ്ങൾ കൈവരിച്ചവരാരും ഒരു ദിവസം കൊണ്ട് അവിടെ എത്തിച്ചേർന്നവരല്ല. അതിനുവേണ്ടി അവർ സഹിച്ച ത്യാഗവും സമർപ്പണവും തിരിച്ചറിയുമ്പോൾ നമുക്ക് അവരോടുള്ള ആദരവ് വർദ്ധിക്കും. ഉദ്ദേശിച്ച ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ ചിലപ്പോൾ 2 അതിലധികമോ തവണ പരിശ്രമിക്കേണ്ടി വരും. ആദ്യ ശ്രമത്തിൽ പരാജയപ്പെട്ടാൽ ജീവിതം അവസാനിച്ചു എന്ന ചിന്തയിൽ വീണു പോകാതെ ക്ഷമയോടെ പ്രയത്നിച്ചുകൊണ്ടിരിക്കുക. അല്പം വൈകിയാലും നിശ്ചയമായും നമ്മുടെ അവസരം വന്നു ചേരുക തന്നെ ചെയ്യും. ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് വൈദ്യശാസ്ത്ര രംഗത്തുള്ളവർ കഠിന പ്രയത്നം ചെയ്യുന്നത്. മരണാസന്നമായ രോഗിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനാണ് ഡോക്ടർമാർ ഉത്സാഹത്തോടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആഗ്രഹിച്ചിട്ടല്ല ഭൂമിയിൽ ജനിക്കുന്നത്. മരിക്കാനായി മനഃപൂർവ്വം ആഗ്രഹിക്കാതിരിക്കാം. ഭിന്നശേഷിക്കാരും വയോജനങ്ങളും അടക്കം ഏറെ ക്ലേശം സഹിച്ച് തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന എത്രയോ ഉദാത്തമായ ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. സ്റ്റീഫൻ ഹോക്കിൻസും ഹെലൻ കെല്ലറുമൊക്കെ ഈ രംഗത്ത് ലോകത്തിന് തന്നെ മാതൃകയാണ്. ഇല്ലായ്മകളോടും പ്രയാസങ്ങളോടും പൊരുതി മുന്നേറാനുള്ളതാണ് ജീവിതം. നിരാശയിൽ വീണു പോകാതെ പ്രത്യാശയും പ്രതീക്ഷയുമുള്ളവരായി മുന്നോട്ട് കുതിക്കാൻ കഴിയണം. പരിമിതികളെ സാധ്യതകളാക്കി മാറ്റാൻ കഴിയുമ്പോഴാണ് വിജയത്തിൻ്റെ വാതിൽ നമുക്ക് മുമ്പിൽ തുറന്നു കിട്ടുക. ETIയിൽ പരിശീലനത്തിനെത്തിയ NSS പ്രോഗ്രാം ഓഫീസറായ SP പ്രസാദ്. അദ്ദേഹം കണ്ണൂർ VK കൃഷ്ണമേനോൻ കോളേജിലെ കോമേഴ്സ് വിഭാഗം പ്രൊഫസറാണ്. കുട്ടിക്കാലത്ത് തന്നെ ഒരു കാല് നഷ്ടപ്പെടുകയും മാതാപിതാക്കളാൽ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്ത കുട്ടി സ്വപ്രയത്നം കൊണ്ടും സുമനസ്സുകളുടെ പ്രോത്സാഹനം കൊണ്ടും പിന്നീട് കോളേജിൽ അധ്യാപകനാവുകയും 100-ലധികം ആളുകൾക്ക് കൃത്രിമക്കാൽ വെച്ച് നൽകുകയും ചെയ്ത് ഏവർക്കും മാതൃകയായി മാറി അദ്ദേഹം. വേണമെങ്കിൽ നിരാശയുടെ കുഴിയിൽപ്പെട്ട് സ്വയം അവസാനിപ്പിക്കാവുന്ന തൻ്റെ ജീവിതം കൊണ്ട് നിരവധി ആളുകൾക്ക് അദ്ദേഹം പൊതുജീവൻ നൽകി. നമുക്ക് വേണ്ടി മാത്രം ജീവിക്കുമ്പോഴാണ് നാം തളർന്നു പോകുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ജീവിക്കുമ്പോൾ മുന്നേറാനുള്ള ഊർജവും ആവേശവും താനേ കൈവരും. ഒരു സൗഹൃദം ബ്രേക്കപ്പ് ആയാൽ, ജീവിത പങ്കാളിയെ ഏതെങ്കിലും കാരണവശാൽ നഷ്ടപ്പെട്ടാൽ എല്ലാം തകർന്നു, ഇനി ഒരു ജീവിതമില്ല എന്ന് ചിന്തിച്ച് ജീവിതം അവസാനിപ്പിക്കുകയല്ല, മറിച്ച് ജീവിതത്തിൽ ഇനിയും വഴികൾ അവശേഷിക്കുന്നുണ്ട് എന്ന ആത്മവിശ്വാസമാണ് നേടിയെടുക്കേണ്ടത്. ബിസിനസ് തകർന്നു പോയാൽ, ഏകാന്തതയോ ഒറ്റപ്പെടലോ നേരിടേണ്ടി വരുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു എന്ന തോന്നലിൽ ജീവിതത്തിൽ നിന്ന് തന്നെ ഒളിച്ചോടാമെന്ന് കുറച്ചു പേരെങ്കിലും ചിന്തിച്ചേക്കാം. എല്ലാം നഷ്ടപ്പെടുന്നില്ല, നമ്മൾ ബാക്കിയാകുന്നുണ്ട്. ജീവിതം ബാക്കിയുണ്ടെങ്കിൽ ഹിമാലയം കീഴടക്കാൻ കഴിയും. അരുണിമ സോനു സിൻഹ നിരാശയിൽപ്പെട്ട് ജീവിതത്തിൽ നിന്ന് മുഖം തിരിച്ചു നിൽക്കുന്നവർക്ക് ഉത്തമ മാതൃകയാക്കാവുന്ന വ്യക്തിത്വമാണ്. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഭിന്നശേഷിക്കാരിയാണ് അരുണിമ സിൻഹ. ദേശീയ വോളിബോൾ താരമായിരുന്നു അരുണിമ. ട്രെയിൻ യാത്രയ്ക്കിടയിൽ സാമൂഹ്യവിരുദ്ധർ പുറത്തേക്ക് തള്ളിയിട്ടത് മൂലമുണ്ടായ അപകടത്തിൽ ഇടതുകാൽ മുട്ടിന് താഴെ വെച്ച് അരുണിമയ്ക്ക് മുറിച്ചു മാറ്റേണ്ടി വന്നു. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ചികിത്സയിലിരിക്കെയാണ് എവറസ്റ്റ് കയറാനുള്ള തീരുമാനം അരുണിമ എടുക്കുന്നത്. ക്യാൻസറിനെ പ്രതിരോധിച്ച് തിരികെ കളിക്കളത്തിലേക്ക് വന്ന ഇന്ത്യൻ ക്രിക്കറ്റ് താരമായ യുവരാജ് സിംഗ് ആയിരുന്നു അരുണിമയുടെ പ്രചോദനം. എവറസ്റ്റ് കീഴടക്കുന്ന ആദ്യ ഇന്ത്യക്കാരിയായ ഭിന്നശേഷിക്കാരിയുമാണ് അരുണിമ. അന്റാർട്ടിക്കയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് വിൽസൺ കീഴടക്കുന്ന ആദ്യത്തെ ഭിന്നശേഷിക്കാരി എന്ന പദവിയും അരുണിമ സ്വന്തമാക്കി. ആഫ്രിക്കയിലെ ക്ലിമഞ്ചാരോ, നോർത്ത് അമേരിക്കയിലെ ദെനാലി തുടങ്ങിയ ലോകത്തിലെ വലിയ പർവ്വതങ്ങൾ തൻ്റെ പരിമിതികൾക്കുള്ളിലും അരുണിമ കീഴടക്കുകയുണ്ടായി. ജീവിതം ബാക്കിയുണ്ടെങ്കിൽ വലിയ പർവ്വതങ്ങൾ നമുക്ക് കീഴടക്കാം. ഡോക്ടർ എൻ.എം. സണ്ണി തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്.